കേരള ചലച്ചിത്ര അക്കാദമിയിൽ ഭിന്നത രൂക്ഷം. അക്കാദമി അംഗങ്ങൾ സമാന്തര യോഗം ചേർന്നു. 15 പേരിൽ 9 അംഗങ്ങളാണ് യോഗം ചേർന്നത്. അക്കാദമി ചെയർമാനായ രഞ്ജിത്തിനെ മാറ്റണമെന്നാണ് ആവശ്യം. വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുന്നു. ടിൻഡു, പെട്ടെന്ന് എന്താണ് ഇത്തരത്തിൽ രഞ്ജിത്തിനെതിരെ ഒരു പടയൊരുക്കം? കേരള ചലച്ചിത്ര അക്കാദമിയിൽ ഭിന്നത രൂക്ഷം. അക്കാദമി അംഗങ്ങൾക്കെതിരെ സമാന്തര യോഗം ചേർന്നു. 15 പേരിൽ 9 പേരാണ് യോഗം ചേർന്നത്. അക്കാദമി ചെയർമാനായ രഞ്ജിത്തിനെ മാറ്റണമെന്നാണ് ആവശ്യമുയരുന്നത്. കേരള ചലച്ചിത്ര അക്കാദമിയിൽ നേരത്തെ തന്നെ ചില അംഗങ്ങൾ രഞ്ജിത്തിനെതിരെ വിമർശനം ഉയർത്തിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ IFFK അടക്കമുള്ള വൻ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നതിൽ സമാന്തര യോഗം ചേരുന്നത്. 15 അംഗ സമിതിയിൽ, ചലച്ചിത്ര അക്കാദമി സമിതിയിൽ 9 പേർ ഒരുമിച്ചെത്തി സമാന്തര യോഗം ചേർന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. ടിൻഡു, എന്താണ് പെട്ടെന്ന് രഞ്ജിത്തിനെതിരെ, ചലച്ചിത്ര അക്കാദമി ചെയർമാനായ രഞ്ജിത്തിനെതിരെ പെട്ടെന്നുള്ള ഒരു പടയൊരുക്കത്തിന് കാരണം? വിനീഷ്, 27ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലും സമാനമായ രീതിയിൽ തന്നെ രഞ്ജിത്ത് പല വിവാദങ്ങളും, അക്കാദമി ചെയർമാനായ രഞ്ജിത്ത് പല വിവാദങ്ങളും ഉയർത്തിയിരുന്നു. ഇതേ രീതി തന്നെയാണ് 28ാം രഞ്ജിത്ത് പിന്തുടരുന്നത്. അക്കാദമി അംഗങ്ങൾ നമുക്കറിയാം, IFFK അതുപോലെ ചലച്ചിത്ര അക്കാദമിയിൽ 15 അംഗങ്ങളാണ് ഉള്ളത്. ഈ അംഗങ്ങളുമായിട്ട് കൂടിച്ചേർന്ന് പല തീരുമാനങ്ങളും രഞ്ജിത്ത് എടുക്കുന്നില്ല. രഞ്ജിത്ത് എപ്പോഴും ധാർഷ്ട്യമായി പെരുമാറുന്നു. ഒറ്റയ്ക്കുള്ള തീരുമാനങ്ങൾ കൂട്ടത്തിലുള്ള അംഗങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് 15 അംഗങ്ങളിൽ 9 പേര് ചേർന്ന് സമാന്തരമായ യോഗം ചേർന്നത്. ഈ യോഗത്തിലാണ് ഇത്തരത്തിൽ രഞ്ജിത്തിനെ അക്കാദമി ചെയർമാന്റെ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത്. വിവാദം നമുക്കറിയാം, IFFK ആരംഭിച്ച ദിവസം മുതൽ രഞ്ജിത്തുമായി ബന്ധപ്പെട്ട് പല വിവാദങ്ങളും. ഈ IFFKയെ ഇത് ബാധിക്കാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ടോ? പ്രത്യേകിച്ച് 9 അംഗ സമാന്തര അംഗങ്ങൾ ഒരുമിച്ചെത്തി സമാന്തരമായ യോഗം ചേരുന്നു. രഞ്ജിത്തിന്റെ ഏകാധിപത്യ ധാർഷ്ട്യത്തിനെതിരെയാണ് തങ്ങളുടെ യോഗമെന്ന് അവർ തന്നെ വ്യക്തമാക്കുന്ന സാഹചര്യത്തിൽ IFFK ഇത്തവണ അലങ്കോലപ്പെടാനുള്ള ഒരു സാഹചര്യമുണ്ടോ? വിനീഷ്, IFFKയുടെ ഉദ്ഘാടന വേദിയിലേക്ക് നാനാ പട്ടേലിനെ ഉദ്ഘാടകനായി കൊണ്ടുവന്നതിൽ തന്നെ ഭിന്നത ഉണ്ടായിരുന്നു. അത് പല ഘട്ടങ്ങളിലും ഈ അക്കാദമിയിലെ അംഗങ്ങൾ അറിയിച്ചിരുന്നു. അതോടൊപ്പം തന്നെ സിനിമകൾ തിരഞ്ഞെടുക്കുന്നതിലും അതോടൊപ്പം തന്നെ മറ്റു സംഘാടകവുമായിട്ടുള്ള മറ്റു ബന്ധപ്പെട്ട കാര്യങ്ങളിലും ഒക്കെ ഇത്തരത്തിലുള്ള ഭിന്നത രൂക്ഷമായിരുന്നു. രഞ്ജിത്തിന്റെ പക്ഷം മാത്രം ചിന്തിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് മാത്രം കാര്യങ്ങൾ കൊണ്ടുപോകുന്ന തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് IFFK ഇതൊരു കാരണമായി തിരഞ്ഞെടുത്തുകൊണ്ട് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്തു നിന്നും തന്നെ രഞ്ജിത്തിനെ മാറ്റണമെന്നൊരു തീരുമാനത്തിൽ എത്തിയിട്ടുള്ളത്. നേരത്തെ നമുക്കറിയാം, കഴിഞ്ഞ KCFC നിന്നും ഡോക്ടർ ബിജു പ്രാഥമിക അംഗത്വം വരെ രാജിവെച്ച് പിരിഞ്ഞു പോയിരുന്നു. ഈ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. സമാനമായ രീതിയിലാണ് ഇത്തരത്തിൽ രഞ്ജിത്തിനെതിരെ കൂടുതൽ നടപടി, അല്ലെങ്കിൽ കൂടുതൽ പടയൊരുക്കങ്ങൾ ഒരുക്കും. എന്തായാലും രഞ്ജിത്തിനെ പുറത്താക്കണമെന്ന ആവശ്യം ശക്തമാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഈ സമാന്തര യോഗം ചേർന്ന അംഗങ്ങൾ ആരൊക്കെയാണ്? നിലവിൽ രഞ്ജിത്തിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണം പുറത്തു വന്നിട്ടുണ്ടോ? ഈ സമാന്തര യോഗം ചേർന്നവരുടെ പ്രതികരണം എന്തെങ്കിലും ലഭിച്ചു? അത്തരത്തിൽ ഔദ്യോഗികപരമായിട്ടുള്ള പ്രതികരണങ്ങൾ ലഭിച്ചിട്ട് നമുക്കറിയാം, കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ അല്ലെങ്കിൽ ഈ കാലങ്ങളായി രഞ്ജിത്തിനോടൊപ്പം നിന്ന് കുക്കു രേവതി ഉൾപ്പെടെയുള്ള അംഗങ്ങൾ ചേർന്നുകൊണ്ടാണ് രഞ്ജിത്തിനെതിരെ സമാന്തരമായ യോഗം ചേർന്നിട്ടുള്ളത് എന്നാണ് സാധിക്കുന്നത്. രഞ്ജിത്തിനെ പുറത്താക്കണം, രഞ്ജിത്തിന്റെ ദീർഘമായി മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, ഏകാധിപതിയായി കാര്യങ്ങൾ തീരുമാനിക്കാൻ അംഗീകരിക്കാൻ കഴിയില്ല തുടങ്ങിയ ആവശ്യങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും ഈ സംഭവമായി IFFK ഇതിനൊരു കാരണമായി എടുത്തുകൊണ്ട്, അല്ലെങ്കിൽ IFFK ഇതിന്റെ മറവിൽ ഇത്തരത്തിൽ രഞ്ജിത്തിനെ പുറത്താക്കാനുള്ള പടയൊരുക്കം തന്നെയാണ് ഇപ്പോൾ അക്കാദമിയുടെ ഭാഗത്തുനിന്നുള്ള അംഗങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത്. വിനീഷ്, ചലച്ചിത്ര അക്കാദമി അംഗങ്ങൾ സമാന്തര യോഗം ചേർന്നു. 15 പേരടങ്ങുന്ന അംഗങ്ങളിൽ 9 പേർ ഒരുമിച്ചാണ് സമാന്തര യോഗം ചേർന്നത്. ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് ടിൻഡു ദാസ് തിരുവനന്തപുരത്ത് നിന്ന് നൽകിയത്.